ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിന്റെയും ഇന്ദിരാഗാന്ധി സ്ഥാപനങ്ങളുടെയും പേരിൽ ഞാൻ സാദരം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ വിശിഷ്ടമായ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സഹോദരി സഹോദരന്മാരെയും അഭ്യുതകാംക്ഷികളെയും വ്യക്തിപരമായി ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ ഇന്ദിരാഗാന്ധി സ്ഥാപന കുടുംബങ്ങളുടെ പേരിൽ ഞാൻ സാദരം സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാവിധ സഹകരണങ്ങൾ നൽകിയ എല്ലാവിധ സഹായങ്ങളും നൽകിയ ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ അധ്യാപികമാർ, മറ്റ് ഓഫീസ് സ്റ്റാഫ്, മറ്റ് സുഹൃത്തുക്കൾ, അഭ്യുതകാംക്ഷികൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് എന്നെ അതുപോലെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കും സ്ഥലം വിട്ടു നൽകിയ ആളുകൾക്ക് ആദരമാണ് ഞാൻ അതിനായി നിർവഹിക്കാൻ പോകുന്നത് ഒരു 15 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു ആംബുലൻസ് സർവീസാണ്. ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ് അത് നൽകിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തലശ്ശേരി ആണ് അതിന് എല്ലാവിധ സഹായം 1% പലിശക്കാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ഏറ്റവും നല്ല തലശ്ശേരിയിലെ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ എന്ന നിലയിൽ 2 മാസം കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആംബുലൻസ് കൂടി തരും എന്ന് ഓഫർ കിട്ടിയിട്ടുണ്ട്. ഏതായാലും മമ്പറത്ത് ഇന്ദിരാഗാന്ധി ആസ്പത്രിയുടെ ഒരു ബർത്ത് പ്ലേസ് മമ്പറായതുകൊണ്ട് മമ്പറത്തിലെ ജനങ്ങൾക്ക് സൗജന്യമായ നിരക്കിലാണ് ഇവിടുന്ന് ഓടുന്നത്. അതായത് 1000 രൂപ വാങ്ങുമ്പോൾ 100-200 വാങ്ങിയിട്ട് റിട്ടേൺ പൈസ പോലും വാങ്ങാതെ കൊടുക്കാനാണ് തീരുമാനിച്ചത്. അതുപോലെ ഫ്രീസറും അതുപോലെ സ്ട്രക്ചറുകളും വീൽ ചെയറുകളും എല്ലാം ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ്. ഈ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി സർക്കാർ അനുകുമാരി IAS for the flagging of the ambulance service, which has been donated by Indira Gandhi Cooperative Hospital and sponsored by SBI Talasheri branch. So I hope that this ambulance service will help the needy and it will be useful for the people who have not been getting a proper medical attention so far, and it will serve the needy and the sick people. So thank you for this donation. Hope you continue such works of philanthropy in future also. Thank you. ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളും ഇന്ദിരാഗാന്ധി ആസ്പത്രിയും നൽകുന്ന ഒരു 2 മോണിറ്റർ TV അതിനെക്കുറിച്ച് പറയുമ്പോൾ പിണറായി പോലീസാണ് ഈ പരിപാടി. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്തായി വന്നിട്ട് ചാർജ് എടുത്തിട്ടുള്ള ഒരു ലേഡി SI, പ്രിൻസിപ്പൽ SI ഉണ്ട്. പേര് ഓർമ്മയില്ല, ധന്യാണ്. വെരി വെരി സ്മാർട്ടായ SI ആണ്. അവരുടെ മനസ്സിൽ വിരിഞ്ഞ ഒരു ആശയമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അവരെ. കാരണം ആരെയും മൈൻഡ് ചെയ്യാനുള്ള SI ആണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനായാലും ഏത് നേതാവായാലും നേതാക്കന്മാരോടെല്ലാം കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നല്ല SI ഒക്കെ അവർക്ക് തോന്നിയത്. അതുകൊണ്ട് അവർ ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ 1.5 ലക്ഷം രൂപയുടെ ഒരു മോണിറ്റർ കള്ളന്മാരെ പിടിക്കാൻ വാഹനാപകടം ഉണ്ടാകുമ്പോൾ അതിനല്ല, ഇതിന് മുമ്പ് മമ്പറത്ത് CCTV സ്ഥാപിക്കാൻ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലും TV ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസിനെ സഹായിക്കാൻ ഞങ്ങൾ എപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് പോലീസിനെ പേടിച്ചിട്ടൊന്നുമല്ല. പോലീസ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളും നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാണ്. ഞങ്ങൾ തെറ്റ് ചെയ്താലും ഞങ്ങൾക്ക് പോലീസിനെ പേടിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങൾ പോലീസിനെ ഒരിക്കലും ഞങ്ങൾ തെറ്റ് ചെയ്യാറില്ല, പോലീസിനെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് SI ധന്യ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിനോദ് SI പറഞ്ഞപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചത്.
ഇനിയും പിണറായി പോലീസ് സ്റ്റേഷനിൽ ആവശ്യപ്പെട്ടാൽ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി, ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളും, ഇന്ദിരാഗാന്ധി നമ്മുടെ മമ്പറത്തുള്ള ഹോസ്പിറ്റലുകളെല്ലാം ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, അതിൻ്റെ മാത്രമല്ല നിങ്ങൾ ആശുപത്രിക്ക് ചിൽഡ്രൻസ് പാർക്കിൽ ഞങ്ങളൊരു കോഴ്സ് സർവീസ് ഉണ്ട്. അതിന് കഴിഞ്ഞ 2 വർഷമായി ഓടാറില്ല. 6 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതാണ്. പ്രിൻസിപ്പലിന്റെ പേരിലാണ്. ആ ഒരു ചടങ്ങ് ഒരുപാട് കാലം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കൊണ്ട് അഗ്നിശമന സേനയും പോലീസും ഉപയോഗിച്ചിട്ടുണ്ട്. പതിനാലും പുഴയിൽ ചാടി മരിച്ചാൽ പുഴയിൽ കാണാൻ സൗകര്യമായി നൽകുന്ന ഈ പദ്ധതിയുടെ CCTVയുടെ ഔപചാരികമായ ഉദ്ഘാടനവും ബഹുമാനായ കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ട് കമ്മീഷണർ ഇളങ്കോ അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം 9 തത്വങ്ങളാണ് പറയുന്നത്. ഈ സമയം വരെ ലോകം മുഴുവനുള്ള വിവിധ പോലീസ് സേനാംഗങ്ങൾ അവരുടെ ട്രെയിനിങ് സമയത്ത്, പരിശീലന സമയത്ത് പഠിക്കുന്ന 9 അടിസ്ഥാന തത്വങ്ങളാണ്. ഉദാഹരണം, അപ്പോൾ പോലീസിന്റെ പ്രധാനപ്പെട്ട ജോലി കുറ്റക്കാരെയും തടയുക അഥവാ സംഭവിച്ചാൽ കണ്ടെത്തുക, ക്രമസമാധാനം ഉറപ്പുവരുത്തുക. ഇതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ അതിൽ 7ാമത് തത്വമായിട്ട് അവർ പറയുന്നത്, പണ്ട് തൊട്ടേ കാലകാലമായിട്ട് പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പോലീസാണ്. ഒറ്റ വ്യത്യാസം, ഞങ്ങളുടെ മുഴു നേരെ ജോലി, ഫുൾ ടൈം ജോബ് സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. നിങ്ങൾ എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളത് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിനടുത്ത് ആരെങ്കിലും സംശയമായിട്ടുള്ള ആളുണ്ടെങ്കിൽ നിങ്ങൾ പറയും. അതുപോലെ തന്നെ നിങ്ങൾ റോഡിൽ പോകുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് ധരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മുൻഉദാഹരണമായിട്ടും ഒരു നിയമം പാലിക്കുന്ന ഒരു പൗരന്റെ നിലയിൽ നിങ്ങളുടെ പോലീസ് ജോലി നിങ്ങൾ നിർവഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ നേരത്തെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ ഒരു കൂട്ടിട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് വീട്ടിലും നാട്ടിലും റോഡിലും നമുക്ക് CCTVയുടെ ആവശ്യം കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല, കണ്ണൂർ കമ്മീഷണറേറ്റ് ആൻഡ് കണ്ണൂർ റൂറൽ എന്ന് ബൈഫർക്കേഷൻ നടന്നതിന് ശേഷം ഒരുപാട് സംഘടനകൾ, ഒരുപാട് സ്വകാര്യ ആൾക്കാരുകൾ പോലീസിനോടൊപ്പം ഇങ്ങനെ CCTV അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പോലീസിന് സഹകരിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള സഹകരണം നിങ്ങൾക്ക് വേണ്ടിയാണ്. പോലീസിനോടൊപ്പം നിങ്ങൾ പോലീസിന്റെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അപ്പോൾ ഏതൊരു സമയവും ഇങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ അല്ലാതെ വേറെ ഏത് ഫംഗ്ഷനിലേക്ക് വന്നാലും അതിന് വേണ്ടി ഒരു കൂലി ആവശ്യപ്പെടാറുണ്ട്. ഒരു അമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആക്ച്വൽ അമൗണ്ട്. അപ്പോൾ ഇനിയും ഞാൻ അഭ്യർത്ഥിക്കാനുള്ളത്, ഇവിടെയുള്ള എല്ലാവരും വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട മത നേതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ബിഷപ്പുണ്ട്, ഇവിടെയുള്ള ഭട്ടാതിരിപ്പാടുണ്ട്. നിങ്ങൾക്ക് പോലീസിനോടൊപ്പം കുറച്ചും കൂടി CCTVയിൽ നേട്ടം കൂട്ടാനും അതുപോലെ ട്രാഫിക് ആക്സിഡന്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റിഫ്ലക്ടറുകൾ, ബാരിക്കേഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാഷായിട്ടല്ലാതെ സാധനങ്ങളായിട്ട് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ സ്ഥാപിക്കുവാണെങ്കിൽ ക്രമസമാധാനം പാലിക്കുക, ക്രമസമാധാനം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ കുറ്റക്കാരെ കണ്ടെത്തുക, തടയുക, അങ്ങനെയുള്ള കർത്തവ്യങ്ങളിൽ പോലീസിന് ഒരുപാട് സഹായമായിരിക്കും. ഇങ്ങനെ ഒരു അഭ്യർത്ഥനയും കൂടി വച്ചുകൊണ്ട് ഇതുവരെ ഈ യോഗത്തിൽ കിട്ടിയ കാര്യങ്ങൾക്ക് നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് അപകടത്തിൽ ഒരാളെ ജീവൻ രക്ഷിച്ച പത്രത്തിലും വാർത്തകളും നടത്തിയിരുന്ന നമ്മുടെ നാട്ടുകാരൻ ഒരു ചെറിയ എഞ്ചിനീയറാണ്. അദ്ദേഹം മണ്ണിനടിയിൽപ്പെട്ട ഒരാളെ രക്ഷിച്ച ചടങ്ങ് അദ്ദേഹത്തിന് SP കളക്ടർ ചേർന്ന് ഒരു ചെറിയ സമ്മാനം കൊടുത്തു. പിതാവാണെങ്കിൽ ഞാനൊരു മകനാണ്. അദ്ദേഹം ഇറ്റലിയില്, ബോംബെയില്, വത്തിക്കാനിൽ ജോലി ചെയ്ത അദ്ദേഹത്തിന് വത്തിക്കാനിൽ പോയിട്ട് ഒരു ദിവസം കാണാൻ പോയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. അദ്ദേഹം നെടുമങ്ങാട് കോളേജിന്റെ മാനേജറാണ്. ഇപ്പോൾ ഞാൻ ആ കോളേജിൽ
കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെടാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ചെയ്തു തരാറുണ്ട്. ഒരു സോപ്പിടൊന്നുമല്ല, എനിക്ക് അടുത്ത ദിവസം ഒരു ജോലി തന്നിട്ടുണ്ട് എൻ്റെ ഒരു കുടുംബത്തിൽ. അതുപോലെ ഒരു കുട്ടിക്ക് സീറ്റ് തന്നിട്ടുണ്ട്. നല്ല ഒരുപാട് പ്രവൃത്തി ചെയ്യുന്ന അദ്ദേഹം തലശ്ശേരിയിലെ ഈ എല്ലാ വിഭാഗ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസവും അതുപോലെ തലശ്ശേരിയിൽ നമ്മൾ ആരംഭിക്കുന്ന ഒരു 5 ഏക്കർ സ്ഥലത്ത് ആരംഭിക്കുന്ന ഒരു കോളേജ് ഉണ്ട്, ഇന്ദിരാഗാന്ധിയുടെ പേരിൽ. ആ ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ആ കോളേജിന്റെ ആദ്യത്തെ ഒരു ഓഹരി സമാഹരണം. അത് വലിയ പൈസയാണ്, പക്ഷെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹം മസ്കറ്റിലെ ഒരു വലിയ വ്യവസായിയാണ്. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. എനിക്ക് ആദ്യമായി മസ്കറ്റിൽ പോയപ്പോൾ ഇന്ദിരാഗാന്ധി ആസ്പത്രിക്ക് ഒന്നും പറയാതെ ഒരു 10 ലക്ഷം രൂപ അന്ന് തന്നൊരാളാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ മസ്കറ്റിലാണ്. മകൻ ഫ്ലൈറ്റ് എഞ്ചിനീയറാണ്, മറ്റൊരു മകൻ ഡോക്ടറാണ്. അപ്പോൾ അവരുടെ ജ്യേഷ്ഠനെ ഏറ്റുവാങ്ങി ബിഷപ്പ് പിതാവ് അത് ആ ചടങ്ങ് അദ്ദേഹത്തിന്റെ പാർക്കിലായിരുന്നു പരിപാടി. ഇന്ദിരാഗാന്ധി ചിൽഡ്രൻസ് പാർക്കിലായിരുന്നു 2 പരിപാടി വെച്ചത്. ഒന്ന് ബോട്ട് സർവീസ് ആണ്, അതിന്റെ ഡ്രൈവറുടെ ഇട്ട്. അതുപോലെ പാർക്കിൽ നിന്ന് ഒരു ഡാൻസ് നൃത്തവിദ്യാലയം രാവിലെ ഉദ്ഘാടനം ചെയ്തു. അവിടെ നല്ല കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കാണ്. ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിന് വേണ്ടി അത് നൽകിയ ഒരു പാർക്കാണ്. അവിടെ ചെറിയ LKG UKG കുട്ടികൾക്ക് നിന്ന് കളിക്കാനും എല്ലാം ബോട്ടിൽ പോകാനും കളിക്കാനും ഐസ്ക്രീം തിന്നാനും നൃത്തം പിടിക്കാനും ഒരു സൗകര്യം മാറിയിട്ടുണ്ട്. ആ ചടങ്ങിൽ എൻ്റെ ബഹുമാനായ ഉദ്ഘാടനം നിർവഹിക്കാൻ പിതാവിനെ ക്ഷണിക്കുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും നാടിനെ വളർത്തുവാൻ, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. ശ്രീ മമ്പലം ദിവാകരന്റെ എല്ലാ സംരംഭങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. ഇത് കോപ്പറേറ്റീവ് സെക്ടറിലാണ് ഇവർ പ്രവർത്തനങ്ങൾ കൂടുതലായി നടത്തുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇഫ് യു വിഷ് ടു ബി ഹാൻസം യു നീഡ് ടു ജോയിൻ യുവർ ഹാൻഡ്സ് വിത്ത് സം എന്ന്. അതായത് നമ്മൾ പരസ്പരം കൈ കൊടുക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുന്ദരമാകുന്നത് എന്നാണ് അതിൻ്റെ ആത്യന്തികമായ അർത്ഥം. ഞാൻ വിചാരിക്കുന്നു, ഒറ്റയ്ക്ക് നിന്നാൽ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ പോലെ ഒരു വലിയ പ്രസ്ഥാനം രൂപീകരിച്ചെടുക്കാൻ അപൂർവം പേർക്കേ സാധിക്കുകയുള്ളൂ. പക്ഷേ അപ്പോഴവിടെ ജനസേവനത്തെക്കാൾ ഉപരി ലാഭത്തിന് പ്രാധാന്യം വരും. എന്നാൽ ഈ നാട്ടിലെ സുമനസ്സുകളായ അനേകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള സംരംഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുമ്പോൾ അതൊരു വലിയ നന്മയുടെ വഴി തുറക്കുകയാണ്. അതോർത്ത് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയും. രണ്ടാമതായിട്ട് എനിക്ക് ശ്രീ മമ്പലം ദിവാകരന്റെ പ്രത്യേകതയായി കണ്ടിട്ടുള്ളത്, അദ്ദേഹം വലിയ സംരംഭകരാണ് എങ്കിലും എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ സാത്വികനായ ഒരു മനുഷ്യനാണ്. എല്ലാവരെയും അവരായിരിക്കുന്നത് പോലെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ലത്തീൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്. ലത്തീൻ എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്, നിങ്ങൾക്കറിയാം. ആ ഭാഷ ഞങ്ങൾ ക്രിസ്ത്യൻസ് പൊതുവെ ഔദ്യോഗിക ഭാഷയായി, പോപ്പിന്റെ ഭാഷയായതുകൊണ്ടാണ് ഞങ്ങൾ ആ ഭാഷ പഠിക്കുന്നത്. ആ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, വലിയ സാഹിത്യങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള ഭാഷയാണ് ലത്തീൻ ഭാഷ, റോമൻ ഭാഷ. ഈ ഭാഷയിലെ പ്രസിദ്ധമായ ഒരു ചൊല്ലാണ് ഊബി അമോർ ഈബി ഒക്കുളോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയോടെ ഒരാളെ സ്നേഹിക്കുന്നു അത്രമേൽ നന്മയോടെ നിങ്ങൾ ആ ആളെ കാണാൻ തുടങ്ങുന്നു എന്ന്. ഒരാളെ കുറിച്ച് നമ്മൾ സ്നേഹത്തോടെ നോക്കിക്കഴിയുമ്പോൾ ആ ആളിലെ നന്മകൾ മാത്രമേ നമ്മൾ കാണുള്ളൂ. ഒരാളെ നമ്മൾ വെറുപ്പോടെ അകൽച്ചയോടെ നോക്കി തുടങ്ങുമ്പോൾ അയാളുടെ കുറവുകൾ, തിന്മകൾ, അയാളുടെ അഹങ്കാരങ്ങൾ, അയാളെ
ഇതെല്ലാം നമ്മൾ തപ്പിപ്പിടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് സത്യമാണ്. ശ്രീ മമ്പറം ദിവാകരന്റെ ഈ സാത്വിക ഭാവത്തെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, അദ്ദേഹം എല്ലാവരുടെയും നന്മകളെ കാണാൻ കഴിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുക വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിലെ മിടുക്കന്മാരും മിടുക്കികളുമായി വളരേണ്ട കുഞ്ഞുങ്ങള് പോലീസുകാർക്ക് തലവേദനയും ജയിലുകളുടെ ഭാരവുമായി മാറുന്ന സാഹചര്യം ഒഴിവാകണമെങ്കിൽ യഥാസമയം അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ നന്മയുടെ വിദ്യാവിത്തുകൾ വിതയ്ക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രീ മമ്പറം ദിവാകരൻ നടത്തുന്ന ഈ വലിയ സംരംഭത്തെ ഞങ്ങൾ സർവാത്മന അഭിനന്ദിക്കുകയും എല്ലാ മംഗളങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ കർമ്മപദ്ധതി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെല്ലാവരുടെയും അറിവോടെ അനുഗ്രഹത്തോടെ അറിയിക്കുകയും ചെയ്യും. ഈ വിജയദശമി ദിവസത്തിലെ ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിലെ LKG കുട്ടികൾക്ക് 200 കുട്ടികൾക്ക് ഡൊണേഷനോ മറ്റ് ഡെപ്പോസിറ്റുകളോ ഒന്നും ഇല്ലാതെ അഡ്മിഷൻ കൊടുത്ത് ഒരു ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ ചടങ്ങ് കഴിഞ്ഞു. ഒരു റെസീറ്റ് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ നമ്മുടെ ഈ കേളാരൂർ ഭഗവാൻ, കേളാരൂരിലെ ഈ അമ്പലത്തിലെ നമ്മുടെ തന്ത്രിയാണ് ശ്രീ വിലങ്കര നാരായണൻ ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തെ ഒരു വാക്യം പറയാം. അദ്ദേഹം നമ്മുടെ ഈ ക്ഷേത്രം, അതായത് ഈ കേളാരൂർ എന്ന് പറയുന്ന മമ്പറം എല്ലാ പ്രദേശത്തിന്റെ ക്ഷേത്രത്തിന്റെ തന്ത്രിയാണ്. ഇദ്ദേഹത്തോട് ചോദിക്കാൻ അമ്പലത്തിൽ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു തന്ത്രിയാണ് അദ്ദേഹം. തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂരിൽ ഞാൻ പോയിട്ടാണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചു തന്നത്. അദ്ദേഹം വളരെ സ്വാത്വികനായിട്ടുള്ള വളരെ അറിവുള്ള ഒരു മനുഷ്യനാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ ഏതാനും മാസങ്ങൾക്കകം നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലമൊക്കെ ക്ഷേത്രത്തിൻ്റെയാണ്. ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളും ഇന്ദിരാഗാന്ധി കോളേജും ഇന്ദിരാഗാന്ധിയുടെ പ്രീ പ്രൈമറിയും മമ്പറം ഹൈസ്കൂളും ഇംഗ്ലീഷ് മീഡിയവും കോളേജും എല്ലാം ഈ കോളേജ് എല്ലാം ഈ കേളാരൂർ ക്ഷേത്രത്തിൻ്റെതാണ്. അതുവരെ പാരമ്പര്യമായി നമുക്കെല്ലാം കിട്ടിയത്. ഇവിടെ ഒരു ശിവക്ഷേത്ര നിർമ്മാണമുണ്ട്. അത് ഞങ്ങൾ അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും. അതിനൊരു 25 ലക്ഷം രൂപ നമ്മൾ നൽകി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. അത് ഈ കേളാരൂർ ഭഗവാന്റെ ക്ഷേത്ര സന്നിധിയിൽ നമുക്ക് അതൊരു വലിയ ഇതാണ്. അത്രയും മനോഹരമായ ഒരു ക്ഷേത്രമാണ്. 75 ലക്ഷം രൂപ ഞങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തൊരു വലിയ ക്ഷേത്ര കുളമുണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി. അങ്ങനെ വലിയൊരു പ്രമാദമായിട്ടുള്ള ക്ഷേത്രം, സർക്കാരിന്റെ അധീനതയിലുള്ള ക്ഷേത്രം. അതിന് തന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മക്കൾ പോലും ഇവിടെയാണ് പഠിച്ചത്. അതുകൊണ്ട് ആ മഹനീയ കർമ്മം നിർവഹിക്കാൻ വളരെ പരമ ശുദ്ധനായിട്ടുള്ള വിലങ്കര നാരായണ ഭട്ടതിരിപ്പാട് ക്ഷണിക്കും. ഒരു ഇത്ര ബെഡിന്റെ കണക്ക് എനിക്ക് ഓർമ്മയില്ല. ഒരു ഹോസ്പിറ്റലും ഒരു സ്കൂളും എൻ്റെതായിട്ടുള്ള തുടങ്ങിയിട്ടുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ഞാൻ താമസം കണ്ണൂർക്ക് മാറാൻ തീരുമാനിച്ചിരുന്നു ആ സമയത്ത്. അപ്പോൾ കണ്ണൂർ താമസാക്കി കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും തിരുമേനിയുടെ കുട്ടികളെ അവിടെ പഠിപ്പിക്കണം. തിരുമേനിയുടെ കുട്ടികൾ നന്നാവാൻ വേണ്ടി എന്തായാലും തിരുമേനി പ്രാർത്ഥിക്കും. അപ്പോൾ അതിലൂടെ എൻ്റെ സ്കൂൾ നന്നാവും പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കുട്ടികളെ ചേർത്തത്. ഇന്നേ വരെ എനിക്ക് ആ കുട്ടികൾ ഇപ്പോൾ 13 വർഷമായി. മൂത്ത കുട്ടി +1 ആണ് പഠിക്കുന്നത്, ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്നേ വരെ ഒരു തരത്തിലുള്ളതായിട്ടുള്ള പ്രയാസവും ബുദ്ധിമുട്ടുകളോ ഒന്നും ഇവിടുത്തെ ടീച്ചർമാരാകട്ടെ, സ്കൂളിൻ്റെ സ്റ്റാഫുകളാകട്ടെ, സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇവിടുന്ന് മാറണം എന്നുള്ളൊരു തോന്നൽ പോലും, ഞാൻ താമസിക്കുന്നത് പൂത്തറമ്പിനടുത്താണ്, എന്നിട്ട് പോലും അവിടെ നിന്ന് 10 കിലോമീറ്റർ യാത്രയ്ക്ക് ഉണ്ടായിട്ടും അടുത്തടുത്ത് കുറേ സ്കൂളുണ്ടായിട്ടും ഇവിടേക്ക് തന്നെ വരാനായിട്ടുള്ളൊരു സാഹചര്യം മാനസികമായിട്ട് ഇതുവരെ മാറി തോന്നിയിട്ടില്ല. അത്രയും നല്ലൊരു സംരംഭമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ പഠിക്കാൻ വരുന്ന ഇനി പുതിയതായിട്ട് വേണ്ട വരുന്ന വിദ്യാഭ്യാസം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നടക്കട്ടെ. അതുകൊണ്ട് ശ്രേയസ്സേ ഉണ്ടാവുള്ളൂ. അതിന് കേടാതിലപ്പൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സംരംഭത്തിലേക്ക് എന്നെ ക്ഷണിച്ച പ്രതിഭാരന് എല്ലാ അനുഗ്രഹാശംസകളും നൽകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞത് എന്റെ പിതാവിനെ എല്ലാം സഹായിച്ചത് അബ്ദുള്ളായിരിക്കും. ഈ കാലത്ത് ഹൃദയാൽ അതുപോലെ എന്നും അന്നും എന്നും
ഹിന്ദുക്കളും മുസൽമാന്മാരും ഇത്രയും അധികം ഐക്യത്തോടു കൂടി കഴിഞ്ഞ ഒരു പ്രദേശം നമ്മുടെ പോലെ അല്ലാതെ വേറെ എവിടെയില്ല. ഈ പള്ളിക്ക് അതൊരു ജുമായത്തെ പള്ളിയായി എല്ലാമായി എന്നും ആ സൗഹാർദ്ദം അന്നത്തെ തലമുറയിലെ ആളുകൾ 1974 തലശ്ശേരിയിൽ ഒരു ചെറിയ കലാപം വന്നപ്പോൾ അന്ന് നമ്മുടെ ഉള്ള സംരക്ഷണം ഏർപ്പെടുത്തിയതിന്റെ കഥയെന്ന് അങ്ങനെ പറയാം. എല്ലാ വീടുകളിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം വരാൻ ഏത് കർമ്മത്തിലും പങ്കെടുക്കുന്ന ഒരു മനുഷ്യനാണ് ആരിഫ ഹബീബ്. അവർ ഇന്ത്യൻ ഹോസ്പിറ്റലിലുള്ള റൊമറ്റോളജി വിഭാഗം, അതായത് ആമവാദം എന്ന് പറയും, സന്ധിവാദം, വാദരോഗം എന്നാണ്. അവരും ഒരു മാസത്തിലെത്തും. ഇങ്ങനെയെല്ലാം ഉള്ളതിൻ്റെയും നമ്മുടെ ആസ്പത്രിയുടെ എല്ലാമായിട്ടുള്ള മെഡിക്കൽ ഡയറക്ടർ JPSC നമ്മൾ പുതിയ ആസ്പത്രി വരികയാണ്. അടുത്ത മാസത്തിൽ ഒരു 70 കോടിയുടെ കാർഡിയോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം, നെഫ്രോളജി വിഭാഗം, യൂറോളജി വിഭാഗം. ഇത് വരികയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സെന്ററായി മാറും. കാരണം ഇന്ന് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും നല്ല യൂറോളജിയിൽ റാങ്ക് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നെഫ്രോളജിയിൽ DM എടുത്തിട്ടുള്ള ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി, അതുപോലെ PMG കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും DM കാർഡിയോളജിയിൽ റാങ്കോട് കൂടി പാസ്സായിട്ടുള്ള ശ്യാം ലക്ഷ്മണൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടറായി വന്നിട്ടുണ്ട്. അതുപോലെ യൂറോളജിയിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നും പാസ്സായി വന്നിട്ടുള്ള ഒരാള്, അദ്ദേഹവും യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹവും ചാർജ്. അങ്ങനെ ഒരുപാട് ഡോക്ടർമാർ വരുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ. അപ്പൊ ഇതെല്ലാം വരികയാണെങ്കിൽ കാർഡിയോളജിയിലും നെഫ്രോളജിയിലും യൂറോളജിയിലും എല്ലാ വിഭാഗത്തിലും നമുക്ക് വലിയ ഒരു കുതിച്ചുയാട്ടം നടത്താൻ പറ്റും. ചെറിയ മിതമായ നിരക്കിൽ നമുക്ക് ആസ്പത്രി മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ അനുഗ്രഹമാണ് നിങ്ങൾ ഈ ക്ഷാമം വന്നവരും സ്ഥലം വന്നവരെയും എല്ലാം നമ്മളിങ്ങനെ ആദരിക്കുന്നത്. ഏതായാലും ഇതിന്റെ ചടങ്ങ് JPSC നിർവഹിക്കും. അദ്ദേഹത്തിന് ക്ഷണിക്കും. നല്ല ഓട്ടോറിക്ഷയിൽ പോയിക്കോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് കുട്ടിനെ കാണിക്കാൻ വന്നതല്ല, ഹോസ്പിറ്റലിൽ കാണാൻ വന്നതെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ഡോക്ടറോ ഒരു OP ഒരു IP ഒന്നുമില്ല. കുറച്ച് സ്റ്റാഫുകൾ അതിനൊന്നും നടക്കുന്നുണ്ട്. അങ്ങനെ 30 കൊല്ലം മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഈ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കി അതിന്റെ ചണ്ടി ഉണ്ടല്ലോ, അതുപോലത്തെ സാധനമാണ് ഈ മമ്പറം ദിവാകരൻ അവരുടെ അതിന് മുമ്പത്തെ ഭരണസമിതിയും അപ്പത്തെ പാർട്ടി മാനാളികളെ ഇരിക്കുന്നത്. അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന 200-300 കോടിയുടെ ആസ്തിയോട് കൂടിയുള്ള സ്വന്തം ബിൽഡിങ്ങും സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു കാഴ്ചപ്പാടാണ്, അത് വിഷനാണ്. ആ വിഷയത്തിലുള്ള ഒരു നേതാവാണ് മമ്പറം ദിവാകരൻ. അങ്ങനെ ആ വിഷന്റെ കൂടെ എനിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന ഒരു മനുഷ്യനാണ്. അതായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അത്രയും ദൈവവിശ്വാസിയാണ്. ഒരു ദൈവത്തോടല്ല, നിങ്ങൾക്കറിയാം ഈ ചടങ്ങിൽ തന്നെ 3 ഗ്രൂപ്പ് ആൾക്കാരുടെ ഹെഡ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള വിഷനോട് കൂടിയുള്ള ഒരു നേതാവ് എൻ്റെ ഈ കുറേ പരിചയത്തിൽ മൂപ്പർ മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ. ഇനി പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി വിങ് കൂടി വന്നാൽ നോർത്ത് കേരളയിൽ ഒരുപക്ഷെ നമ്മളെ കവർ ചെയ്യാനുള്ള ഒരു ഹോസ്പിറ്റൽ വരാൻ പോകുന്നുണ്ട്. ഏതായാലും എനിക്ക് ഇതിൽ ആശംസിക്കാനുള്ളത് ഇത്രയും നല്ലൊരു വിഷനോടുകൂടിയ ലീഡർ എനിക്ക് നമ്മുടെ കൂടെ വേണം. അതുകൊണ്ട് അവർക്ക് ആരോഗ്യവും ദൈവാനുഭവം എനിക്ക് ഉണ്ടാക്കാമെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ച മൈൻഡ് ക്ലിനിക് ഓർ സൈക്കാട്രിക് ക്ലിനിക്, സ്കിൻ കെയർ ക്ലിനിക്, ഈ രണ്ടും വളരെ നന്നായിട്ട് മുമ്പോട്ട് വരട്ടെ. അത് പൊതുജനങ്ങൾക്കും ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലും നല്ലൊരു മുതൽക്കൂട്ടമായിരിക്കുന്നു ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഒരു ബാങ്ക് തലശ്ശേരിയിൽ 18 കൊല്ലമായി പ്രവർത്തിക്കായിരുന്നു. ആ 17 കൊല്ലമായി പ്രവർത്തിച്ചു വരുന്ന ഈ ബാങ്ക് ഏതാണ്ട് ഇത് മുങ്ങാൻ പോയായിരുന്നു. മുങ്ങാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഈ ബാങ്ക് അവിടെ മുങ്ങിയാൽ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, അത് വിഷമിക്കുന്നത് ഞാനായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, തലശ്ശേരിയിലെ ഒരു ബാങ്ക് പൊളിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അത് ആര് സ്ഥാപിച്ചാലും അത് ആര് പ്രസിഡന്റ് ആയാലും അതിന് കുറ്റം ആള് കണ്ടെത്തുക തലശ്ശേരിയിലെ ഒരു സഹകരണ ബാങ്ക് താഴ്ന്നു പോകുക എന്നാണ്. ആള് ഏതാണെന്ന് മനസ്സിലാവില്ല. പത്രത്തിൽ ഏതാ വരിക എന്ന് ചോദിച്ചാൽ തലശ്ശേരിയിൽ ഒരു ഇന്ദിരാഗാന്ധി സഹകരണ സ്ഥാപനം താഴ്ന്നു പോയി. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ആ ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ബാങ്ക് ഞാൻ ഏറ്റെടുത്തത്. 17 കൊല്ലമായി 9 ലക്ഷം മാത്രം റുപ്യ പിരിച്ചുണ്ടാക്കിയ ഒരു ബാങ്കാണത്. അത് ഞങ്ങളെല്ലാവരും കൂടി ഒറ്റ ദിവസം കൊണ്ട് 10 ലക്ഷം പിരിച്ചു. ഞങ്ങൾ അത് ഓഹരി മൂലധനം പിരിച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു വിശ്വാസം വീണ്ടെടുത്തു. അതിന്റെ 10 ലക്ഷത്തിന്റെ ഓഹരിയിൽ 5 ലക്ഷം റുപ്യയുടെ ഓഹരി തന്നത് ഒരു കുടുംബമാണ്, പാക്കറ്റി കുടുംബം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം ഉള്ള ഒരു കുടുംബമാണ്. നിങ്ങൾ എല്ലാവർക്കും കേട്ട് കാണും, പാക്കറ്റി കുഞ്ഞബ്ദുള്ള ഹാജി. ഇന്ദിരാഗാന്ധി ആസ്പത്രിക്ക് ആദ്യമായിട്ട് ഒരു ആംബുലൻസ് ഫ്രീ ആയിട്ട് തന്നത് അദ്ദേഹം. ഇന്ന് ക്യാൻസർ രോഗികൾക്ക് ഏറ്റവും വലിയ ആശ്വാസമായിട്ടുള്ള കോടിയേരിയിലെ വലിയ കെട്ടിടം, കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടം സംഭാവന ചെയ്തതും, അതുപോലെ എത്രയോ യതീംഖാനകൾ, പാവങ്ങളെ അനാഥങ്ങൾക്ക് ജീവൻ നൽകിയ, എത്രയോ കിഡ്നി രോഗികൾക്ക് ഫ്രീ ആയി ചികിത്സ നൽകിയിട്ടുള്ള ഒരു മനുഷ്യനാണ് പാക്കറ്റി കുടുംബം. ആ കുടുംബത്തിലെ ഒരു അംഗമാണ് നമുക്ക് 10 ലക്ഷം റുപ്യയോളം തന്നത്, 5 ലക്ഷം തന്നത്. അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹമാണ് ബാങ്കിന്റെ ഒരു ഡയറക്ടർ. ആ ചടങ്ങ് ഇവിടെ ഇന്ന് നിർവഹിക്കാൻ വേണ്ടി എത്തേണ്ടിയിരുന്നത് കണ്ണൂർ ജില്ല എൻ്റെ ബഹുമാന്യനായ നേതാവ് എന്ന് പറയാം, സഹകരണ ബാങ്കുകളുടെ എല്ലാം അധിപനായിട്ടുള്ള ജോയിന്റ് രജിസ്ട്രാർ ശ്രീ രാമകൃഷ്ണൻ അവர்களായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തിക്കണ്ടില്ല, എന്തോ അസുഖമാണ്, ഇവിടെ വരും എന്ന് നിർബന്ധമായി പറഞ്ഞതായിരുന്നു. അദ്ദേഹം എത്താത്തതിൽ വലിയ ദുഃഖമുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ തന്നെ ഈ ചടങ്ങ് നിർവഹിക്കുന്നത് മറ്റൊരു വിശിഷ്ട വ്യക്തിയാണ്. ആ വ്യക്തിയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട്. മസ്കറ്റിലെ ദുബായിലുള്ള മനാമയിലെ ഏറ്റവും വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ബിരിയാണി കഴിക്കാതെ ആര് മസ്കറ്റിലോ വിദേശത്തോ ഉണ്ടാവില്ല. കാരണം അത്രയും വലിയ വിശിഷ്ടമായ ഒരു ബിരിയാണിയുടെ ഒരു കേന്ദ്രമാണ് മസ്കറ്റില് ബഹ്റൈനിലുള്ള ഒരു ഹോട്ടൽ അൽ ഉസ്വ. നിങ്ങൾ മക്കളോട് ചോദിച്ചാൽ പറയുന്നത് അദ്ദേഹം കൊണ്ട് എണ്ണി പോയി കഴിഞ്ഞില്ല തോന്നുന്നത്. അദ്ദേഹം ആണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ആസ്പത്രിയുടെ ഒരു വലിയ ഓഹരി ഉടമയും നമ്മുടെ ആസ്പത്രിയുടെ ഒരു ഡയറക്ടറും. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കണ്ടെന്ന് ഞാൻ പറയാം. അദ്ദേഹത്തിന് എന്നോട് പറയുന്നത് എന്റെ പൊക്കി വെച്ച് എന്റെ മുതലാക്കട്ട വഴി ഞാൻ നിർത്തണമെന്നാണ് ഞാൻ പറയും. പക്ഷെ അത് അങ്ങനെയല്ല. അദ്ദേഹം എല്ലാ കൊല്ലവും അദ്ദേഹത്തിന്റെ വീട്ടില് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന ഒരു മാവിന്റെ ചുവട്ടില് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മതങ്ങളെയും കൂട്ടുപിടിച്ച് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും, കോടിയേരിയെയും അതുപോലെ BJP നേതാക്കന്മാരെയും അതുപോലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും എല്ലാം കൂട്ടിയിരുത്തി അദ്ദേഹം അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് വസ്ത്ര വിതരണം, സാരി വിതരണം, അങ്ങനെ എന്റെ ഭാര്യയ്ക്ക് 2 സാരി തന്നിട്ടുണ്ട്. പിന്നെ പലതും അദ്ദേഹം തരാറുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യുന്നത്. കാറുകളെല്ലാം പാർക്ക് ചെയ്യുന്നത് ഇപ്പം പുതുതായിട്ട് അദ്ദേഹം നമ്മൾ പറഞ്ഞത് നിങ്ങളവിടെ പാർക്ക് ചെയ്തോളൂ എന്നാണ്. അങ്ങനെ അത് നമ്മൾ കച്ചവടമാക്കി പൈസ ഒന്നും കൃത്യമായി കൊടുത്തിട്ടില്ല. ഇനി ഈ പ്രസംഗം കേട്ടപ്പോൾ ചർച്ച വേണ്ടാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഭാഗ്യമായിരിക്കും. ഏതായാലും അദ്ദേഹമാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. അദ്ദേഹം നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം വളരെ എത്തിയതാണ് നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ അടുത്ത ചടങ്ങ് നമ്മുടെ വിശിഷ്ട വ്യക്തി, നമ്മുടെ ഇന്ദിരാഗാന്ധി ആസ്പത്രിയുടെ ഏറ്റവും വലിയ ഒരു അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞാൽ നമ്മളെ പൈസ കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ നാട്ടിലാണ്, പിണറായിക്കാരനാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ പിതാവും ഞാനുമെല്ലാം പലപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട് കുടുംബമായിട്ട്. അതും കൂടി പറഞ്ഞതല്ല. പക്ഷെ അദ്ദേഹം ഇന്ന് തലശ്ശേരിയിലെ ഏറ്റവും വലിയ കേരള
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറായി നിൽക്കുകയാണ്. അദ്ദേഹമാണ് എനിക്ക് ഈ ആംബുലൻസ് തന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഈ ആംബുലൻസ് ഞാൻ തന്നെ സ്വന്തമായിട്ട് 2 ലക്ഷം റുപ്യ കൊടുത്തിട്ട് ഒരു ലോൺ എടുത്ത് എല്ലാ മാസവും കടം വീട്ടിയിട്ട് ഇന്ദിരാഗാന്ധി ആസ്പത്രിയുടെ പേരിൽ സ്കൂളിന്റെ പേരിൽ കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷെ സ്കൂളിലെ ചില പ്രത്യേക സാഹചര്യം ഉള്ളത് കൊണ്ട് സ്കൂളുകാരത് സമ്മതിച്ചില്ല. പക്ഷെ അത് പറഞ്ഞ ടൈമിൽ എന്നെ കൊടുക്കണമെന്ന് എനിക്കൊരു വാശുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കണ്ടത്. അതെനിക്ക് ദൈവികമായിട്ടൊരു ഗുണം കൂടി വന്നു. കാരണം എന്താ ചോദിച്ചാല് അവിടെ ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴാണ് ആ ഒരു ഗുണം. അല്ലെങ്കിൽ 10 കോടി ഇട്ടാല് 10 കോടി ഒരു മാസം അവിടെ ഇടുമ്പോ നമുക്ക് 5% പലിശ ഇങ്ങോട്ട് കിട്ടും. അദ്ദേഹം തന്നെ പറഞ്ഞു അതിൽ നിന്നൊരു ലോൺ എടുത്തു. അതിൽ നിന്നൊരു ലോൺ എടുക്കുമ്പോൾ നമ്മളെ പൈസക്ക് നമുക്ക് 5% ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്ക് അദ്ദേഹം ഈ ആംബുലൻസ് എടുക്കാൻ ലോൺ 6% 1%. ഒരു ആംബുലൻസ് എടുത്ത് അപ്പൊ നമ്മൾ 15 ലക്ഷം റുപ്യ അതിന്റെ നിരത്താണ്. 15 ലക്ഷം റുപ്യ എടുത്തിട്ടാണ് നമ്മൾ 1% അധികം പൈസ കൊടുത്തിട്ടാണ് നമ്മൾ സ്വീകരിച്ചത്. അതുവഴി മമ്പറത്ത് ഇന്ദിരാഗാന്ധി ആസ്പത്രിയുടെ ഒരു സ്ഥാപക സ്ഥലമായിട്ടുള്ള ജന്മസ്ഥലമായിട്ടുള്ള ഈ മമ്പറത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വലിയ ആംബുലൻസ് അത് നിങ്ങൾക്ക് താഴെ കാണാം. നമുക്ക് എല്ലാ പുതിയ ആംബുലൻസ് തന്നെ മംഗലാപുരത്തോ കോഴിക്കോടോ എവിടെ പോകണമെങ്കിലും എടുക്കാൻ നല്ലൊരു ഡ്രൈവറുണ്ട്, രാത്രി കാലത്തുണ്ട്. അത് മമ്പറത്ത് സ്കൂളിൽ തന്നെയാണ് വെക്കുക. ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടും. മാത്രമല്ല മൃതദേഹം അത് സൂക്ഷിക്കാൻ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു മൊബൈൽ ഫ്രീസർ മൃതദേഹം ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു സ്ട്രക്ചറുകളും അതുപോലെ പാവപ്പെട്ട വീടുകളിൽ ഒരു 10-50 കസേരകളും അതുപോലെ വീൽ ചെയറുകളും ഇതെല്ലാം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളും ഹോസ്പിറ്റലും കൂട്ടായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഒരു ചെറിയ ബാധ്യത സഹായം അദ്ദേഹത്തിനുണ്ട്. അപ്പം അത് മാത്രമല്ല അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഇത്രയും കോടികളുടെ ബിസിനസ് നിങ്ങളെ നടക്കുമ്പോൾ നമുക്കൊരു ലാഭവും ഇല്ലല്ലോ, നിങ്ങളൊരു ചെറിയ സഹായം നമുക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത്ര പെട്ടെന്ന്, അതായത് ഒരു 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെറുതെ ഒരു ആംബുലൻസ് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടി കിട്ടുമ്പോൾ അത് വലിയ കാര്യമാവും. ഞാനിതിൽ പറഞ്ഞതുകൊണ്ട് നിശ്ചയമായിട്ടും അദ്ദേഹം തരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പിന്നെ മമ്പറം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൻ്റെയും ഒരുപാട് നല്ല ഉദ്യമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജർ എന്ന നിലയിലാണ് നമ്മുടെ ബ്രാഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റമർ എന്ന നിലയിൽ തന്നെ ഇങ്ങനെയൊരു പരിപാടി പറഞ്ഞപ്പോൾ ദിവാരായിട്ട് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് എനിക്ക് ലോൺ വേണമെന്നാണ്. ഞാൻ മണിക്കൂറുകൾ കൊണ്ട് ലോൺ കൊടുത്തിട്ടുണ്ട്. അതിലെനിക്ക് ജാഗ്രതയുള്ളൂ എന്ന് വളരെ ചെറിയ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഫൈനലായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ പ്രഖ്യാപിക്കാനൊന്നും പറ്റില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ മുകളിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ദിവാരായിട്ട് പറഞ്ഞ പോലെ 2-3 മാസം കൊണ്ട് നമുക്ക് ഈ മമ്പറത്തിന് വേണ്ടി വേറൊരു ആംബുലൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫീസോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇന്ന് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെയും ഇന്ദിരാഗാന്ധി സ്കൂളിൻ്റെയും എല്ലാ പേരിൽ ഇവിടെ നടന്ന എല്ലാ പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലും മമ്പറം കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ചേർന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിന്റെ ആദ്യത്തെ എല്ലാ സ്ഥലങ്ങളും, അതായത് ഇന്ന് ആദരിക്കപ്പെട്ട സിവി രാജവേച്ചി അദ്ദേഹത്തിന് അവരുടെ 1 ഏക്കർ 14 സെന്റ് സ്ഥലമാണ് ആദ്യം നമ്മൾ വാങ്ങിയത്. ഇത് കനകനാണ് അന്നത്തെ ആദ്യത്തെ അഡ്വാൻസ് കൊടുത്തത്.
രാജുചേച്ചിയോട് ആ സദ്യ വിളക്ക് വെക്കുന്ന സമയത്ത് വീട്ടിൽ പോയി ഞാൻ കലകളാണ് വാങ്ങിയത്. ആ രാജുചേച്ചിയുടെ ആ ഒരു അനുഗ്രഹം നമുക്കിന്ന് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് അവരെ ആദരിച്ചത്. കാരണം 1 ഏക്കർ 14 സെന്റ് ഭൂമി എന്ന് പറയുന്നത് അത് വെറും ചെറിയ തൈത്തെങ്ങുകളായിരുന്നു. ആ തൈത്തെങ്ങുകളെല്ലാം വെട്ടി മാറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ആ സ്കൂളിന്റെ ഗ്രൗണ്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് രാജുചേച്ചി എത്രമാത്രം അതിനെ അവരുടെ മനസ്സ് നല്ലതായ കൊണ്ടാണ്, അവരുടെ മക്കളെ നല്ല മനസ്സുള്ള കൊണ്ടാണ് നമ്മൾ അവരുടെ കുടുംബത്തിന്റെ, അതായത് സീവിക്കാരുടെ കുടുംബം എന്ന് പറയുന്നത് അത് എൻ്റെ ഭാര്യയുടെ കുടുംബം തന്നെയാണ്. ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ സ്ഥലം തന്ന ഒരാളാണ് എൻ്റെ ഭാര്യയുടെ കുടുംബം. അതുകൊണ്ടാണ് എൻ്റെ ഭാര്യയെയും ഭാര്യയുടെ അമ്മയുടെ ചേച്ചി ചേച്ചിയുടെ മകൻ ജിനി എന്ന് പറയുന്ന ഈ സ്കൂളിൽ ഉള്ള ജിനിയെയും നമ്മൾ ഈ വേദിയിൽ, എൻ്റെ അമ്മാവനായിട്ടുള്ള CV ബാലൻ മാസ്റ്ററെയും ഈ വേദിയിൽ ആദരിച്ചത്. അവരുടെ എല്ലാ സ്ഥലമാണ്. പിന്നെ ഇവിടെ സ്ഥലത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കാനുള്ള ഒരു വ്യക്തിയുണ്ട്, അത് എൻ്റെ ഡ്രൈവർ തന്നെയാണ്. എൻ്റെ പേര് കേൾക്കെല്ലാവർക്കും പോലെ ശശി. ശശിയെ ഞാൻ ആദരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആദരിക്കാനുള്ള കാരണം, കഴിഞ്ഞ 31 വർഷമായി എൻ്റെ ഡ്രൈവറായിട്ട് ജോലിയാണ്. 31 കൊല്ലമായി ജോലി ചെയ്യുന്ന ആ ഡ്രൈവറെ ചെറിയ കുട്ടിയായി വരുമ്പോൾ മുതൽ ഇന്ന് വരെ എൻ്റെ ഡ്രൈവറാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ ശശിയെ ഇതുവരെ വിടാത്തത്? മമ്പർ ദിവാൻ എല്ലാ സീക്രട്ട് പറയുന്നത് കൊണ്ടാണോ ദിവാൻ ശശി ഇതുവരെ വിടാത്തത്? അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, പറഞ്ഞ് ചെറിയാളെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഞാൻ 1 മാസം ശശിയെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞു, എന്തിനാ പാകത്തിൽ സസ്പെൻഡ് ചെയ്തു? ഞാൻ പറഞ്ഞു, അവൻ്റെ കയ്യിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ ജനങ്ങൾ അറിയട്ടെ. കാരണം സസ്പെൻഡ് ചെയ്ത ഉടനെ പിറ്റേന്ന് ചെറിയാൾ ചോദിക്കും, നീ എത്ര കൊല്ലായാണ് പണിയെടുക്കുന്നത്? നീ നിന്നെ പുറത്താക്കിയില്ലേ? നീ എന്തിനാ പോകും? അത് അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ 2 ചങ്ങായിമാരെ സസ്പെൻഡ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ശശിയെ ഈ ചടങ്ങിൽ ഞാൻ ആദരിക്കുന്നുണ്ട്. ആ ആദരിക്കുന്നത് എൻ്റെ ബഹുമാനങ്ങളായ സുഹൃത്ത്, ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത, ഇന്ന് അദ്ദേഹം വലിയ ധനാഢ്യനാണ്, പക്ഷെ എത്ര ധനാഢ്യനായാലും ആ ബന്ധം ഞങ്ങളുണ്ട്. അദ്ദേഹം ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് വലിയ ഹോട്ടലുണ്ട്, നിങ്ങൾക്കറിയാം, നടാല് സൂര്യ ഹോട്ടല്, തലശ്ശേരിയിൽ നവരത്ന ഹോട്ടലുണ്ട്, പിന്നെ വെള്ളമടിക്കുന്നവർക്കുള്ള ഏറ്റവും സുഖമുള്ള ലുക്കട്ടൻ വാലുണ്ട്, ഇത് പറയുന്നുണ്ട്. പക്ഷേ സ്കൂളിൻ്റെ ഒരു ഡയറക്ടർ, സ്ഥാപക ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം എൻ്റെ ഒരു കുടുംബാംഗം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഈ സ്കൂളിന് ഈ നിലയിലെത്തിക്കുന്നതിന് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എപ്പോഴും ഞാൻ ഏത് വേദിയിലും അത് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ അടുത്ത കാലത്താണ് കോവിഡ് ബാധിച്ച് മരിച്ചുപോയത്. അദ്ദേഹം നിങ്ങൾക്കറിയാം, എൻ്റെ അളിയൻ ലക്ഷ്മണാട്ടൻ്റെ SI ആയിരുന്ന ലക്ഷ്മണാട്ടൻ്റെ ഏട്ടനാണ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മാണയാണ് എന്നെ വിളിച്ചത്. അദ്ദേഹം ശശിയെ ആദരിക്കുന്നതിൽ എൻ്റെ ബഹുമാന്യായ സുഹൃത്ത് ഡയറക്ടർ കനകരാജനെ ഞാൻ ക്ഷണിക്കുന്നു. ഈ പ്രസ്ഥാനങ്ങളൊക്കെ നല്ല നിലയിൽ നയിച്ചുകൊണ്ട് പോകുന്നതിൽ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളും ദൈവാനുഗ്രഹത്തോടുകൂടി തുടർന്നും കരുത്തോടുകൂടി നടത്താനുള്ള ഭാഗ്യം അവർക്ക് നേരിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ആസ്പത്രി എങ്ങനെയും ഓടുന്നുണ്ട്. അതെല്ലാവരുടെയും സഹായം കൊണ്ടാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കാൻ, ഇതാരും പത്രാസം കൊണ്ടല്ല, ഇത് ദൈവികമായിട്ടുള്ളതാണ്. അവിടെ ഞാനാണ് ഓടിക്കുന്നതെന്ന് വിശ്വാസം എനിക്കില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഒത്തുചേരുക. ഇതിൽ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നതും മതം എന്ന് പറയുന്നതും എല്ലാം നമ്മൾ നല്ലത് ചെയ്യുക എന്നതാണ്. തെറ്റുകൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടാകും. പഴയ കാലത്ത് തെറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കിടക്കുന്നില്ല. തെറ്റുകൾ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരും അതിന് വേണ്ടി പൊരുതുന്നവരുമാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും ആവശ്യമുണ്ട്. ഗാന്ധിജിയാണ് എൻ്റെ ഗുരു. ഗാന്ധിജിയെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സത്യവിശ്വാസിയായി മാറി.
ഞാൻ ഒരു ജനാധിപത്യ വിശ്വാസിയായി മാറി, ഞാനൊരു മതേതര വിശ്വാസിയായി മാറി, ഞാനൊരു ഈശ്വര വിശ്വാസിയായി മാറി. അവയെല്ലാം നിയന്ത്രിക്കുന്ന ശക്തി ഈശ്വരനാണ്. ഈശ്വരന്, ദൈവത്തിന്, അള്ളാഹുവിന് നിരക്കാത്തതായി നമ്മളൊന്നും ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് നമ്മളെല്ലാവരും തന്നെ അനുഭവിക്കേണ്ടി വരും എന്നതാണ് എനിക്ക് കിട്ടിയ പാഠം. എൻ്റെ ജീവിത പാഠമാണ് എൻ്റെ ഗുരു. ഈ മണ്ണ് ക്ഷേത്രങ്ങളുടെ മണ്ണാണ്, സരസ്വതിയുടെ അറിവിൻ്റെ മണ്ണാണ്. എന്തെവിടെ നഷ്ടപ്പെട്ടാലും അത് ക്ഷേത്രത്തിലേക്ക് വന്നു ചേരും. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നല്ലത് പ്രവർത്തിക്കുക, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. നാട്ടിലെ ജനങ്ങളാണ് മനുഷ്യൻ, രാഷ്ട്രീയ പ്രവർത്തകൻ. അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് മറ്റൊന്നുമില്ല. ഈ സത്യം ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആദ്യമായി ഈ ആരോഗ്യ മേഖലയിലെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെയും വിവിധ പദ്ധതികളും പരിപാടികൾക്കും ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഈ ചടങ്ങിൽ കേരളത്തിലെ പ്രമുഖ സഹകാരിയും ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെയും ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിൻ്റെയും ഇന്ദിരാഗാന്ധി ലേബർ വെൽഫെയർ സൊസൈറ്റിയുടെയും വിവിധങ്ങളായ സംഘടനകളുടെ പ്രസിഡന്റായ ശ്രീ മമ്പരൻ ദിവ്യാൻ സാർ അവരുടെ ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം വിവിധ ചടങ്ങുകൾ ഉദ്ഘാടനം നിർവഹിച്ച സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ IPS, അനുകുമാരി IAS, ഫ്രാൻസിസ് മൈത്രാൻ, ഖാദർ മുസ്ലിയാർ, ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ KPS സിദ്ദീഖ്, കാസിനോ മുസഫ ഹാജി, ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ, അതുപോലെ തന്നെ ഇവിടെയുള്ള സ്കൂളിൻ്റെ ഡയറക്ടറായ കനകരാജ്, വിവിധങ്ങളായ പദ്ധതികളിലൂടെയും ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെയും കീഴിൽ പുതിയതായ ആംബുലൻസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആ ചടങ്ങിലൊക്കെ ഇവിടെയുള്ള നല്ലവരായ സഹകാരികളുടെ സംഭാവനകളും അവരുടേതായ മേൽനോട്ടങ്ങളും എപ്പോഴും ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി തന്നെ ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവിധ സഹകാരികളും നമ്മുടെ മാന്യമായ മെമ്പർമാർക്കും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാർക്കും ഇങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ വേദി ഒരുക്കുന്നതിന് ചെയ്ത ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാളിനും ടീച്ചർമാർക്കും അതുപോലെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.